നമ്മളിനി എന്തു ചെയ്യും മല്ലയ്യ, നീ ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തു. ചട്ടമ്പിനാട് സിനിമയിലെ ഈ ഡയലോഗിൻ്റെ അവസ്ഥയിലാണ് CPIയുടേത്. വല്ലാത്തൊരു ഊഴാക്കുടുക്കിലാണ് ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ പാർട്ടിയായ CPI. മുന്നണി വിടാനും പറ്റില്ല, നാണക്കേട് സഹിച്ച് തുടരാനും വയ്യ എന്നതാണ് അവസ്ഥ. PM ശ്രീയിൽ കേരള സർക്കാർ ഒപ്പിട്ടു. CPIയുടെ എതിർപ്പ് തള്ളിയാണ് CPM ഇത് ചെയ്തത്. CPI കൂടി പങ്കാളിയായ മുന്നണി, CPI മന്ത്രിമാർ അടങ്ങുന്ന മന്ത്രിസഭ, അങ്ങനെ ഒരു സംവിധാനം കേന്ദ്ര സർക്കാരുമായി ഒരു കരാർ ഒപ്പിടുമ്പോൾ അത് മാധ്യമ വാർത്തകളിലൂടെ അറിയേണ്ട അവസ്ഥ വരിക, അത് വല്ലാത്തൊരു ഗതികേടാണ്. CPI മന്ത്രിസഭയിലും അതോടൊപ്പം തന്നെ മുന്നണിയിലുമൊക്കെ ശക്തമായ എതിർപ്പ് ഉയർത്തിയ വിഷയം കൂടിയാണ്. അത് ചർച്ച ചെയ്യാമെന്ന ഉറപ്പ് മുഖ്യമന്ത്രിയും മുന്നണി കൺവീനറുമൊക്കെ നൽകിയെന്നും പറയുന്നു. ഈ ധൈര്യത്തിലാണ് പുറത്തു വന്ന് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ അനുവദിക്കില്ല എന്നൊക്കെ ബിനോയ് വിശ്വം വെച്ചുകാച്ചിയത്. സമ്മതിക്കില്ല എന്ന് പരസ്യമായി പറഞ്ഞും പോയി. CPIയുടെ സമ്മതം ചോദിക്കാതെ സർക്കാർ കരാറിൽ ഒപ്പിടുകയും ചെയ്തു. മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുക, പരസ്യ പ്രതിഷേധം നടത്തുക, പ്രതിഷേധിച്ചുകൊണ്ട് സഹകരിക്കുക, അതും കടന്ന് മന്ത്രിമാരെ പിൻവലിക്കുക തുടങ്ങിയ വഴികൾ ഏറെയുണ്ട്. പാർട്ടി അഭിമാനം സംരക്ഷിച്ചുകൊണ്ട് എങ്ങനെ മുഖം രക്ഷിക്കാം എന്ന വലിയ ചോദ്യത്തിന് ഉത്തരമാണ് CPI തേടുന്നത്. എന്തായാലും ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്നു. അല്പസമയത്തിനുള്ളിൽ CPIയുടെ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്യും.